ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA കമ്പൽസറി പേപ്പറായ ഫസ്റ്റ് സെമ്മിൻ്റെ എൻവയോൺമെൻറ്റ് സ്റ്റഡീസിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്, സെക്കൻഡ് സെമ്മിൻ്റെ ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതും നിൻ്റെ മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ളൊരു എസ്സേ അല്ലേ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് ആ വീഡിയോ എനിക്ക് തന്നെ ഒരു സംതൃപ്തി കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. ആരും ഒന്നും കമൻറ്റൊന്നും പറയുന്നത് കേട്ടില്ല കേട്ടോ. താങ്ക്സ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മതി എനിക്ക്. അപ്പോൾ നോക്കുക, നമുക്ക് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, അതാണ് നമ്മളോട് എസ്സേ ചോദിക്കുന്നതെങ്കിൽ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എങ്ങനെയാണ്? പരിസ്ഥിതി സംരക്ഷണത്തിനായി രാഷ്ട്രീയമായും സാമൂഹികമായും സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ. ഗ്രീൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഹരിത പ്രസ്ഥാനം എന്നും കൺസർവേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സംരക്ഷണ പ്രസ്ഥാനം എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളെ സുസ്ഥിരമായി നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും. പൊതുനയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ലക്ഷ്യം വെക്കുന്നവയാണ് മിക്കവാറും എല്ലാ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും. പരിസ്ഥിതി, ആരോഗ്യം, മനുഷ്യാവകാശം എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ വളരെ സംഘടിതവും ഔപചാരികവുമായവ മുതൽ അനൗപചാരികമായ പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ട്. ഇന്ന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിലേക്ക് പോവാം. ഇന്ത്യയിലെ പ്രധാന പരിസ്ഥിതി പ്രസ്ഥാനം, മേജർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന ഹെഡിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം. അതിൽ ആദ്യം വരുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു. 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം എഴുതണം എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയാൻ 4 മാർക്കിന് അത് മാത്രം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം, എസ്സേയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, എംബ്രൈസിലെ അല്ലെങ്കിൽ ആലിംഗനം എന്നാണ് അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശം എന്തായിരുന്നു? മരങ്ങൾ കെട്ടിപ്പിടിച്ച് മരമുറി തടയുന്ന ഒരു പ്രസ്ഥാനം അല്ലേ. ഇന്ത്യയിലെ വനസംരക്ഷണ പ്രസ്ഥാനമാണ് ഏത്? ചിപ്കോ പ്രസ്ഥാനം. 1973 ഹിമാലയൻ താഴ്വരയിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇതിനെ പിന്തുടർന്ന് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഇന്ത്യയിൽ അഹിംസാത്മകമായ പ്രതിഷേധം ആരംഭിക്കുന്നതിന് ഒരു മാതൃകയായിരുന്നു ഏത്? ചിപ്കോ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് കൃത്യമായൊരു നേതൃത്വം നൽകിയത് പറഞ്ഞല്ലോ ആരൊക്കെയാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. അദ്ദേഹത്തെ പിന്തുടർന്ന് ആരും ഉണ്ടായിരുന്നു? ചാന്തി പ്രസാദ് ഭട്ടും ഉണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തെ തുടർന്ന് ഇതിന് സമാനമായ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും ആ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വനനശീകരണത്തിനെതിരെയും മരങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരിസ്ഥിതി അവബോധം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നാണ്. അങ്ങനെ അത് സെപ്പറേറ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ആരൊക്കെയാണ് അതിൽ പങ്കെടുത്ത പ്രധാനികളായിട്ടുള്ള ആ സ്ത്രീകൾ നോക്കുക. ഗൗരി ദേവി, സുരക്ഷാ ദേവി, ബച്നി ദേവി, അതുപോലെ സുബേഷ ദേവി തുടങ്ങിയ സത്യാഗ്രഹ മാർഗം സ്വീകരിച്ച സ്ത്രീകളെല്ലാം ഇതിൽ പങ്കെടുത്തു. ഈ ചിപ്കോ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാൻ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ നമ്മുടെ സുന്ദർലാൽ ബഹുഗുണയ്ക്ക് അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഗതിയെ മാനിച്ചുകൊണ്ട് 1987 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് എന്നൊരു അവാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാൻ, ശരിയായ ഉപജീവനത്തിനുള്ള അവാർഡ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വൺ വേർഡ് ചോദിക്കണതിനാണ്, എസ്സേയിലൊന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിനൊരു മുദ്രാവാക്യമുണ്ട്. സുന്ദർലാൽ ബഹുഗുണ കൊണ്ടുവന്നൊരു മുദ്രാവാക്യമാണ്. എന്താണത്? ഇതിൻ്റെ പരിസ്ഥിതിയാണ് സ്ഥിരമായ സമ്പദ് വ്യവസ്ഥ എന്നതാണ് അതിന് എന്താണ്? പരിസ്ഥിതിയാണ് സ്ഥിരമായ സമ്പദ് വ്യവസ്ഥ. അതായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം. ഈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്കൊരു പുതിയ വശം കൂടി ഉണ്ടായിരുന്നു. സ്ത്രീകളതിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രധാന കാരണവും കൂടി ഉണ്ടായിരുന്നു. അതുകൂടി നമുക്ക് വേണമെങ്കിൽ സ്ത്രീ പ്രസ്ഥാനമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതാം. എന്താണ്? വനത്തിലേക്ക് വരുന്ന കോൺട്രാക്ടർമാർ ആ മേഖലയിലെ പുരുഷന്മാർക്ക് മദ്യം നൽകിയിരുന്നു. ഹിമാലയൻ മേഖലയിലെ പുരുഷന്മാർക്ക് മദ്യം നൽകിയിരുന്നു. ഇത് തടയലും ഈ സമരം കൊണ്ട് ആരുടെ ലക്ഷ്യമായിരുന്നു? ഇതിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ഒരു ലക്ഷ്യമാണ്. കാരണം അതുകൊണ്ടുള്ള മദ്യം കൊണ്ടുള്ള ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാരാണ്? സ്ത്രീകളാണ്. 1980 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടുത്തൊരു 15 വർഷത്തേക്ക് ഹിമാലയൻ താഴ്വരയിൽ തന്നെ മരമുറി തടഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയപ്പോൾ സമരക്കാർ അവരുടെ സമരത്തിൽ വിജയിച്ചു. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം ഒരു വലിയ വിജയം തന്നെ
ആയിരുന്നു. അതോടുകൂടി തന്നെ ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി. ഒരു ദേശീയ പ്രതിഭാസമായ ഈ സമരം വലിയ പാരിസ്ഥിതിക പ്രസ്ഥാനം തന്നെയായിട്ടാണ് ഇന്ത്യയിൽ കണക്കാക്കപ്പെടുന്നത്. ഇത്രയും അതിനെക്കുറിച്ച് നമുക്ക് കൊടുക്കാം. ഇനി അതിലടുത്ത വരുന്ന പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അത് മാത്രം 4 മാർക്കിനും ചോദിക്കും കേട്ടോ. അപ്പോൾ എസ്സേ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി അത് പഠിക്കണം. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നർമ്മദ നദിയിൽ നിർമ്മിക്കാൻ പോകുന്ന വലിയ അണക്കെട്ട് പദ്ധതിക്കെതിരെ ആദിവാസികളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒരുമിച്ച് നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഏത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. NBA എന്ന ഷോർട്ട് ഫോമിലും ചിലപ്പോൾ ചോദിക്കും. NBA നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന രീതിയിൽ കേട്ടോ. ഇതിൽ ഗുജറാത്തിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച സർദാർ സരോവർ അണക്കെട്ടായിരുന്നു ഏറ്റവും വലുത്. ഇതുതന്നെയായിരുന്നു NBAയുടെ കേന്ദ്ര ശ്രദ്ധ ആകർഷിച്ച വസ്തുതയും. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിൽ തീർക്കലും വൈദ്യുതി അവർക്ക് നൽകലുമായിരുന്നു ഗവൺമെൻറ് ഇത് നിർമ്മിക്കുന്നത് കൊണ്ട് ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. സത്യാഗ്രഹ സമരം, റാലി സംഘടിപ്പിക്കൽ, കോടതി ഇറങ്ങിക്കയറൽ, കലാരംഗത്തും സിനിമാ രംഗത്തും ശ്രദ്ധേയമായവരുടെ പിന്തുണ നേടിയെടുക്കുക തുടങ്ങിയ പല സമരരീതികളും NBAയുടെ സമരക്കാർ സ്വീകരിച്ചു. NBAയുടെ നേതാക്കളായ മേധാ പട്കറും ബാബ ആംതെയും 1991 നേരത്തെ നമ്മൾ ആർക്ക് പറഞ്ഞു? സുന്ദർലാൽ ബഹുണൊക്കെ പറഞ്ഞില്ലേ, അതേപോലെയുള്ള റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് നേടി. ഇതിന് മെയിൻ നേതാവ് മേധാ പട്കറാണ്, വനിതയാണ് കേട്ടോ. പക്ഷേ അവരെ പിന്തുണച്ചാരാണ്? ബാബ ആംതെ അവരെ പിന്തുണച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സുന്ദർലാൽ ബഹുഗുണെ പിന്തുണച്ചാരാണ്? ചന്ദി പ്രസാദ് ഭട്ട് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ കേട്ടോ. ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ വലിയ നദിയായിരുന്നു ഏത്? നർമ്മദ. ഇവിടെ ഗോത്രവർഗ്ഗക്കാരാണ് കൂടുതലായിട്ടും താമസിച്ചിരുന്നത് നർമ്മദ നദിയുടെ താഴ്വരയിൽ. 1985 ആരംഭിച്ച ഈ നർമ്മദ ബച്ചാവോ പ്രസ്ഥാനം അറിയപ്പെടുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായി മാറി. നർമ്മദ നദിയിൽ ചെറുതും വലുതുമായ 3000 അണക്കെട്ടുകളാണ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. ഇത് സർദാർ സരോവർ ഡാമും നർമ്മദ സാഗർ പദ്ധതിയുമായിരുന്നു ഏറ്റവും വലിയ 2 ഡാമുകൾ. അത് നിർമ്മിച്ചാൽ, ആ 2 അണക്കെട്ടുകൾ മാത്രം നിർമ്മിച്ചാൽ 250,000 ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. അതൊരു പ്രയാസം. കൂടാതെ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാകും. പദ്ധതി ഒരുപാട് ആളുകൾ വിമർശിച്ചു. എന്നിട്ടും സർക്കാർ പിന്തിരിയാൻ തയ്യാറായില്ല. തലത്തിൽ തന്നെ, അതായത് ലോകതലത്തിൽ തന്നെ പാരിസ്ഥിതിക നീതിക്ക് വേണ്ടി പൊരുതാൻ പ്രേരണ നൽകിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ ഇത് വിജയിച്ചോ എന്ന് വെച്ചാൽ ഇപ്പോഴും ആ നർമ്മദ ബച്ചാവോ ആന്തോളനിലെ സമരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ 2 പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. ആ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ 2 പ്രസ്ഥാനങ്ങളെക്കുറിച്ച് സെപ്പറേറ്റായിട്ട് 4 മാർക്കിനും ചോദിക്കാം. അവർ ഇൻട്രൊഡക്ഷൻ മുന്നേ പറഞ്ഞില്ലേ, ആ ഒരു ഇൻട്രൊഡക്ഷനും ചേർത്ത് എഴുതിയാൽ ആ ഒരു എസ്സേൻ്റെ ആൻസറായി കേട്ടോ. അപ്പോൾ അതാണ് അതിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നത്. ഇനി നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മളോട് എസ്സേ ചോദിക്കും. അതിന് മുമ്പേ ഇതിപ്പോൾ പറഞ്ഞില്ലല്ലോ, ഏത് യൂണിറ്റ് ഫസ്റ്റ് 3ാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണെന്ന് തോന്നുന്നു. ഇത് അല്ല, 3ാമത്തെ യൂണിറ്റാണ് ഇത് പരിസ്ഥിതി പ്രസ്ഥാനം കേട്ടോ. ഇനി അതേപോലെ തന്നെ 3ാമത്തെ ബ്ലോക്കിലെ ഒരു 6ാമത്തെ യൂണിറ്റിലാണ് സസ്റ്റൈനബിൾ. അതിൻ്റെ ഇടയിലൊക്കെ യൂണിറ്റുകൾ ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം. ഇനിയിപ്പോൾ അതല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിച്ച് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന്, പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പം സുസ്ഥിര വികസനം എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ള പ്രധാന തത്വങ്ങൾ: 1ാമത്തേത് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. എന്താണ്? ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. 2ാമത്തേത് സുസ്ഥിര സമൂഹത്തിൻ്റെ വികസനം, സ്ഥിരമായൊരു സമൂഹത്തിൻ്റെ വികസനം. 3 ജൈവ വൈവിധ്യ സംരക്ഷണം. ഇതാണ് ജൈവ വൈവിധ്യ സംരക്ഷണം. 4 ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കൽ. 5 മനുഷ്യവിഭവങ്ങളുടെ വികസനം. 6 പൊതുപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇങ്ങനെ 6 എന്ത്? സുസ്ഥിര വികസനത്തിൻ്റെ തത്വങ്ങൾ. 2 മാർക്കിന് ചോദിക്കലത് സാധാരണ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? 6 ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, സുസ്ഥിര സമൂഹത്തിൻ്റെ വികസനം, ജൈവ വൈവിധ്യ സംരക്ഷണം, ജനസംഖ്യാ വളർച്ച നിയന്ത്രണം, 5 മനുഷ്യവിഭവങ്ങളുടെ വികസനം, 6 പൊതു പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കൽ. ഇങ്ങനെ 6 സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി നമ്മളോട് ചോദിക്കുന്നത് എക്സാമ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചോദിക്കും. സുസ്ഥിര വികസനത്തിന് ഉള്ള ഉദാഹരണങ്ങൾ കേട്ടോ. അപ്പോൾ അതിലൊന്ന് നമ്മൾ കൊടുക്കേണ്ടത് വിൻഡ് എനർജിയാണ്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം.
AD 500-നും AD 900-നും ഇടയിൽ പേർഷ്യയിൽ ആദ്യത്തെ വിൻഡ്മിൽ സ്ഥാപിക്കപ്പെട്ടതോടെ ജനങ്ങൾ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കാൻ തുടങ്ങി. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കാറ്റ് ഉപയോഗപ്പെടുത്താമെന്നതുകൊണ്ട് ഇപ്പോൾ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു എനർജി സോഴ്സാണ്. കാറ്റ് ഒരു പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുമായതുകൊണ്ട് അത് നിലനിർത്താൻ കഴിയുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഊർജ്ജ ഉറവിടമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ അത്രയും എഴുതണ്ട, അതിനെക്കുറിച്ച് മാത്രം ചോദിക്കാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ 2 മാർക്കിന് നോക്കുകയാണെങ്കിൽ ആ പോയിന്റുകൾ മാത്രം, ഇപ്പോൾ 1 വിൻഡ് എനർജി, 2 സോളാർ എനർജി, അങ്ങനെ പോയിന്റുകൾ മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വിവരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ഉദാഹരണമാണ് സോളാർ എനർജി അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജം എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ചെറിയ മേൽക്കൂരയിലെ സോളാർ പാനലുകൾ മുതൽ ഒരു പരമ്പരാഗത പവർ പ്ലാന്റിൻ്റെ അതേ വൈദ്യുതി ഉൽപ്പാദനം നേടാൻ കഴിയുന്ന ഭീമാകാരമായ സോളാർ പ്ലാന്റുകൾ വരെ ഇന്ന് നിലവിലുണ്ട്. ഒരു കൽക്കരി പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മലിനീകരണത്തിൻ്റെ 94% സോളാർ ഫാമിലൂടെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെച്ചം കേട്ടോ. അപ്പോൾ സുസ്ഥിര വികസനത്തിന് ഉപകരിക്കുന്നതല്ലേ. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ഭീഷണിയില്ലാത്ത വികസനമാണല്ലോ. അപ്പോൾ ഇത് ഒരു പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജമാണ് ഏതും സൗരോർജ്ജവും. അതുകൊണ്ട് എന്തായിരിക്കും, അതിന് ചിലവും കുറവാണ്. ഇനി മൂന്നാമത്തെ ഒരു ഉദാഹരണമാണ് ക്രോപ്പ് റൊട്ടേഷൻ, വിളഭ്രമണ കൃഷി അല്ലെങ്കിൽ വിളമാറ്റ കൃഷി എന്നൊക്കെ നമ്മൾ പറയും. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനും പ്രാണികളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ഒരേ നിലത്ത് വിവിധ വിളകൾ തുടർച്ചയായി നടത്തുന്ന ഒരു കൃഷിയാണ്. അതായത് വിളമാറ്റ കൃഷി, വിളഭ്രമണ കൃഷി എന്നൊക്കെ പറയും കേട്ടോ. ക്രോപ്പ് റൊട്ടേഷൻ കൃഷി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അത് രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ തന്നെ ഭൂമിയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു പഴഞ്ചൻ രീതിയാണ്. എന്നാലും ഇന്ന് നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സുസ്ഥിരമാക്കണമെങ്കിൽ ആ രീതി ഉപയോഗിച്ചേ മതിയാകും കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഒരു ഉദാഹരണമാണ് സുസ്ഥിര വികസനത്തിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് കേട്ടോ പറയുക. വാക്ക് ഓർത്ത് വെക്കുക. സുസ്ഥിര വികസനത്തിനൊരു ഉദാഹരണമാണ് വിളമാറ്റ കൃഷി അല്ലെങ്കിൽ വിളഭ്രമണ കൃഷി എന്നൊക്കെ പറയും കേട്ടോ. അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ ആണ് ഇംഗ്ലീഷിൽ പറയും. ഇനി അടുത്തൊരു ഉദാഹരണമാണ് വാട്ടർ എഫിഷ്യൻറ്റ് ഫിക്സ്ചേഴ്സ്, വെള്ളം കാര്യക്ഷമമാക്കുന്ന ഉപകരണങ്ങൾ. അതായത് അമിതമായിട്ട് വെള്ളം പാഴായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അതേതൊക്കെയാണ്? ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ജലപ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കാരണം എന്താണ്? അമിതമായ ജല ഉപയോഗം തന്നെയാണ്. അപ്പോൾ ആ ജല ഉപയോഗം അമിതമാകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ അതിൽ ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റുകൾ, ടോയ്ലറ്റ് സ്റ്റോപ്പുകൾ, ലോ ഫ്ലോ ഫാസറ്റുകൾ, ഷവർ ഹെഡുകൾ എന്നീ വെള്ളം ലാഭിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാർഗ്ഗം. ഈ ഉപകരണങ്ങൾ നിലവിലുള്ളവ മാറ്റി സ്ഥാപിക്കാൻ എളുപ്പമാണ്. അതായത് ഇപ്പോൾ നമ്മളടുത്ത് നന്നായിട്ട് വെള്ളം പാഴായി പോകുന്നതാണുള്ളതെങ്കിൽ പെട്ടെന്ന് മാറ്റി നിർമ്മിക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ വെള്ളം ലാഭിക്കാൻ കഴിയുന്ന ഉപകരണം. അതുപോലെ തന്നെ കുറഞ്ഞ സാമ്പത്തിക ചെലവേ ഇത്തരം ഉപകരണങ്ങൾക്ക് വരുന്നുള്ളൂ. പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവ നമുക്ക് നിർമ്മിക്കുകയും ചെയ്യാം. അപ്പോൾ നാലാമത്തെ ഒരു ഉദാഹരണമാണ് ജലം പാഴായി പോകുന്നത് തടയുന്നതിനുള്ള ഉപകരണങ്ങൾ. അങ്ങനെ പറയുമായിരിക്കും എളുപ്പം. അഞ്ചാമത്തത് ഗ്രീൻ സ്പേസ് ആണ്. ഹരിത ഇടങ്ങൾ എന്ന് പറയും. ഗ്രീൻ സ്പേസ് അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് 2 മാർക്കിന്. വാട്ട് ഈസ് ഗ്രീൻ സ്പേസ്? ഹരിത ഇടങ്ങൾ എന്നാണ് മലയാളം കേട്ടോ. പച്ചപ്പുള്ള പ്രദേശങ്ങൾ ആരോഗ്യം വർദ്ധിപ്പിക്കും. അതുപോലെ മാനവിക ഉല്ലാസവും അതിന് പ്രദാനം ചെയ്യാൻ കഴിയും. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം നിത്യേന സഞ്ചരിക്കുന്ന പാതകളിലൊക്കെ നാം എന്ത് ചെയ്യണം? പച്ചപ്പുണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, റോഡ് സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറില്ലേ? അങ്ങനെയുള്ളൊരു പദ്ധതിക്കാണ് എന്താ പറയുക, ഹരിത ഇടങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ സ്പേസ് നിർമ്മിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇനിയാണ് നമ്മുടെ എസ്സേ. എന്താണ്? എക്സ്പ്ലെയിൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയും, അല്ലെങ്കിൽ SDGs എന്ന് പറയും കേട്ടോ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 17 ലക്ഷ്യങ്ങളുണ്ട്. ആ 17 ലക്ഷ്യങ്ങളും ചേർത്ത് എഴുതിയാലാണ് ആ എസ്സേ ആവുക. ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം എക്സാം നടന്നവർക്ക് ഇത് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാധ്യത കൂടുതലുള്ളൊരു എസ്സേയും കൂടിയാണ്. നേരത്തെ പറഞ്ഞ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ എസ്സേ രണ്ടും ഇപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാളെ നമുക്ക് പറ്റുന്നിടത്തോളം പറയാം. നോക്കാം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആഗോള ലക്ഷ്യങ്ങളെന്നും അറിയാം. ഏതൊരു എസ്സേ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആഗോള ലക്ഷ്യങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനും അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും 2030 എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും അനുഭവിക്കാനാകുമെന്ന് ഉറപ്പു നൽകുന്നതിനുമുള്ള ആഗോള ആഹ്വാനം എന്ന നിലയിൽ 2015 ഐക്യരാഷ്ട്രസഭ നടപ്പിലാക്കിയതാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. എല്ലാവർക്കും സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു എന്താ പറയുക,
ബ്ലൂ പ്രിൻ്റ് എന്നാണെങ്കിൽ പറയാം. ഒരു ബ്ലൂ പ്രിൻ്റ് സൃഷ്ടിക്കാൻ പരസ്പര ബന്ധിതമായ 17 അന്താരാഷ്ട്ര ലക്ഷ്യങ്ങളാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2015 പൂർത്തിയാക്കിയ മില്യൺ ഡെവലപ്മെൻറ്റ് ഗോൾസ് സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ പകരമായിട്ട് 2015 ശേഷമുള്ള വികസന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇനി ഏതൊക്കെയാണ്? അപ്പോൾ ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ 17 ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തത് നോ പോവർട്ടി, ദാരിദ്ര്യം ഇല്ല എന്നുള്ളതാണ്. 2030 ലോകതലത്തിൽ തന്നെ ദാരിദ്ര്യത്തെ അതിൻ്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും തുടച്ചു നീക്കും എന്നാണ് SDGയിൽ പറയുന്നത്, SDG 1 പറയുന്നത് കേട്ടോ. ഈ ലക്ഷ്യം നേടാൻ ഒരു പരിധി വരെ അതിൽ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ ഇനി നമുക്ക് നേടാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വിഭവങ്ങൾ സമാഹരിക്കണം, എല്ലാ തലങ്ങളിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നയത്തിൻ്റെ ചട്ടക്കൂടുകൾ സൃഷ്ടിക്കണം എന്നിവയ്ക്കാണ് SDG കൈവരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളായിട്ട് ബന്ധപ്പെട്ട 2 ലക്ഷ്യങ്ങളായിട്ട്, അതോട് ബന്ധപ്പെട്ട 2 ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വിഭവങ്ങൾ സമാഹരിക്കുക, എല്ലാ തലങ്ങളിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നയത്തിൻ്റെ ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുക. ഇതാണ്. അപ്പം അത്രയാണ് ഫസ്റ്റ് ഗോളിൽ പറയേണ്ടത്. ഇനി രണ്ടാമത്തെ നോക്കുക, സീറോ ഹങ്കർ, വിശപ്പില്ല. നോ ഹങ്കർ അല്ലെങ്കിൽ സീറോ ഹങ്കർ എന്നൊക്കെ പറയും. എന്താണ്? വിശപ്പ് ഇല്ല. അപ്പോൾ വിശപ്പ് അവസാനിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക, പോഷകാഹാരം വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് SDG 2 ലക്ഷ്യങ്ങൾ. വിശപ്പില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ എന്താണ്? ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? വിശപ്പില്ലാതാക്കണം, പിന്നെ ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കണം, എല്ലാതരം പോഷകാഹാരക്കുറവുകളും ഇല്ലാതാക്കണം, കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കണം, പ്രതിരോധശേഷിയുള്ള കാർഷിക രീതികളും സുസ്ഥിര ഭക്ഷ്യോൽപാദന സംവിധാനങ്ങളും വിത്തുകളും കൃഷി ചെയ്യുന്ന സസ്യങ്ങൾ, കാർഷിക മൃഗങ്ങൾ എന്നിവയുടെ ജനിതക വ്യതിയാനമൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഗവേഷണത്തിലും സാങ്കേതിക വിദ്യയിലും ധാരാളം നിക്ഷേപിക്കണം. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ ഫലലക്ഷ്യങ്ങളാണ്, അതായത് ഏറെക്കുറെ ഫലം നേടിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഗോൾ. ഇനി മൂന്നാമത്തെ ഗോൾ എന്താ പറയുക? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നാണ്. നല്ല ആരോഗ്യവും ക്ഷേമവും മൂന്നാമത്തെ ലക്ഷ്യം കേട്ടോ. എല്ലാ പ്രായത്തിലുമുള്ള എല്ലാവർക്കുമായി ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് SDG 3 ലക്ഷ്യം. ഇനി നമുക്ക് നോക്കാം ഗോൾ 4 എന്താണെന്ന്. ഗോൾ 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. SDG 4 ഉദ്ദേശം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുകയും എല്ലാവർക്കും ആജീവനാന്ത പഠനത്തിനുള്ള അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് SDG 4 കേട്ടോ. ഇനി SDG 5 എന്താ നോക്കുക? ജെൻഡർ ഇക്വാലിറ്റിയാണ്, ലിംഗ സമത്വമാണ് 5ാമത്തെ ലക്ഷ്യം. ഇതിൽ പറയുന്നത് എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും ശാക്തീകരിക്കപ്പെടണം എന്നാണ്. എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും ശാക്തീകരിക്കപ്പെടണം. ലീവ് നോ വൺ ബിഹൈൻഡ് എന്നാണ്. ആരെയും പിന്നിലാക്കരുത് എന്നാണ്. എന്ന ഒരു പ്രതിജ്ഞയുമായിട്ട് എല്ലാ മേഖലകളിലും സ്ത്രീകളെയും പെൺകുട്ടികളെയും വിവേചനമില്ലാതെ കാണാൻ ആവശ്യപ്പെടുന്ന ഒരു ലക്ഷ്യമാണ് ഇത് SDG 5 കേട്ടോ. അതായത് സുസ്ഥിര വികസന ഗോൾ 5. അതിലൂടെ ലിംഗസമത്വം നേടിയെടുക്കാൻ കഴിയും എന്നതാണ് ഈ ലക്ഷ്യത്തിലൂടെയുള്ള എന്താ പറയുക കാഴ്ചപ്പാട്. അപ്പം എന്താണ്? ലീവ് നോ വൺ ബിഹൈൻഡ്, ആരെയും പിന്നിലാക്കരുത് എന്ന ലക്ഷ്യം കേട്ടോ. അതായത് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ട്. ഇനി ലക്ഷ്യം 6, ഗോൾ 6 എന്താണ്? ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ശുദ്ധജലവും ശുചിത്വവും എന്നാണ്. സുസ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് വെള്ളവും ശുചിത്വവും എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യം വെക്കുന്നതാണ് ഏത്? ക്ലീൻ വാട്ടർ ആൻഡ് സസ്റ്റെയിൻ അല്ലെങ്കിൽ സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുദ്ധജലവും ശുചിത്വവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗോൾ 7 നോക്കാം. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയാണ്. താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജ്ജം. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജ്ജം. അപ്പം അതിൽ വരുന്ന എന്താണ്? എല്ലാ ആളുകൾക്കും മതിയായതും വില കുറഞ്ഞതും ആധുനികവും സുസ്ഥിരവുമായ ഊർജ്ജം ലഭ്യമാക്കുമെന്നാണ് SDG 7 പ്രസ്താവിക്കുന്നത്. 2030 ആകുമ്പോൾ ഇതിലെ 5 ലക്ഷ്യങ്ങൾ ഏറെക്കുറെ, ഇതിന് കീഴിലുള്ള 5 ലക്ഷ്യങ്ങൾ ഏറെക്കുറെ നേടാനാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 3 നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഗോൾ 8 നോക്കാം. ഗോൾ 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും. ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും. അതാണ് ഗോൾ 8 കേട്ടോ. ഇതിലെന്താണ്? ഉൾക്കൊള്ളാവുന്നതും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച, സമ്പൂർണവും ഉൽപ്പാദനപരവുമായ തൊഴിൽ, എല്ലാവർക്കും മാന്യമായ ജോലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ത്? SDG 8 അല്ലെങ്കിൽ 8ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം.
ഇനി SDG 9 നോക്കാം. 9ാമത്തെ ലക്ഷ്യം എന്താ? ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ. ഇതാണ് 9ാമത്തെ ലക്ഷ്യം. SDG 9 പ്രസ്താവിക്കുന്നത് നമ്മൾ നവീകരണത്തെയും സമഗ്രവും സുസ്ഥിരവുമായ വ്യവസായവൽക്കരണത്തെയും പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രതിരോധശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കണമെന്നും. ഇതാണ് ഗോൾ 9 കേട്ടോ. ഇനി ഗോൾ 10, റെഡ്യൂസ്ഡ് ഇൻഈക്വാലിറ്റി, അസമത്വം കുറയ്ക്കുക എന്നതാണ്. ഇത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വരുമാന അസമത്വം കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്ന ഒന്നാണ്. 2030 ഈ ലക്ഷ്യത്തിന് കീഴിലുള്ള 10 ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഗോൾ 11ാമത്തെ ലക്ഷ്യം എന്താണ്? സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും. SDG 11 പ്രധാന ലക്ഷ്യം നഗരങ്ങളെയും മനുഷ്യവാസ കേന്ദ്രങ്ങളെയും ഉൾക്കൊള്ളാവുന്നതും സുരക്ഷിതവും പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരവുമാക്കുക എന്നതാണ്. ഇനി ഗോൾ 12, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ഉത്തരവാദിത്തമുള്ള ഉപഭോഗവും ഉൽപ്പാദനവും. ഗോള് 12 കേട്ടോ. സുസ്ഥിര ഉപഭോഗവും ഉൽപ്പാദന രീതിയും ഉറപ്പാക്കുമെന്ന് പ്രസ്താവിക്കുന്നതാണ് എന്ത്? ഈ ഗോള് 12 വരുന്നത്. സുസ്ഥിര ഉപഭോഗ ഉൽപ്പാദന രീതിയെ സംബന്ധിച്ച പരിഹാരങ്ങളുടെ 10 വർഷത്തെ ചട്ടക്കൂട് നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള 11 ലക്ഷ്യങ്ങളാണ് ഈ ഒരു ഗോളിന് കീഴിൽ ഉള്ളത്. ഇനി ഗോൾ 13ാമത്തെ ലക്ഷ്യം ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥാ പ്രവർത്തനം. അതായത് പുനരുൽപാദന ഊർജത്തിൻ്റെ വികസനം പ്രോത്സാഹിപ്പിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിൻ്റെ ആഘാതങ്ങളെയും ചെറുക്കുന്നതിന് അടിയന്തര പ്രതികരണം സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്ന ഒന്നാണ് എന്ത്? SDG 13 അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളാണ് കേട്ടോ. SDG സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ 13ാമത്തെ ലക്ഷ്യം. ഇനി ഗോൾ 14, ലൈഫ് ബിലോ വാട്ടർ, വെള്ളത്തിന് താഴെയുള്ള ജീവിതം എന്നാണ്. എന്നാൽ സമുദ്രം, കടൽ, സമുദ്ര വിഭവങ്ങൾ എന്നിവ സംരക്ഷിച്ച് സുസ്ഥിര വികസനത്തിനായി സുസ്ഥിരമായി അവ ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നതാണ് ഗോള് 14, SDG 14. ഇനി SDG 15, ഗോൾ 15, ലൈഫ് ഓൺ ലാൻഡ്, കരയിലെ ജീവിതം എന്നാണ്. SDG 15 എന്നത് പരിസ്ഥിതി വ്യവസ്ഥകളുടെ സുസ്ഥിരമായ ഉപയോഗം സംരക്ഷിക്കാനും പുനഃസ്ഥാപിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വനങ്ങളെ സുസ്ഥിരമായി കൈകാര്യം ചെയ്യുന്നതിനും മരുഭൂവൽക്കരണം തടയുന്നതിനും ജൈവവൈവിധ്യ നഷ്ടം തടയുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഏത്? ഗോള് 15 കേട്ടോ. SDG 15 എന്ന് പറയും. ഇനി ഗോൾ 16ാമത്തെ പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമാധാനവും നീതിയും ശക്തമായ സ്ഥാപനങ്ങളും. സുസ്ഥിര വികസനം, എല്ലാവർക്കും നീതി ലഭ്യമാക്കൽ, എല്ലാ തലങ്ങളിലും ഫലപ്രദവും ഉത്തരവാദിത്വവും ഉൾക്കൊള്ളാവുന്നതുമായ സ്ഥാപനങ്ങളുടെ വികസനം എന്നിവയ്ക്ക് വേണ്ടി സമാധാനപരവും ഉൾക്കൊള്ളാവുന്നതുമായ സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഇത് SDG 16 അല്ലെങ്കിൽ സുസ്ഥിര വികസന ഗോള് 16. ഇനി ലാസ്റ്റ് ഗോൾ SDG 17 അല്ലെങ്കിൽ ഗോൾ 17, പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്, ലക്ഷ്യങ്ങൾക്കായുള്ള പങ്കാളിത്തം. ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്ന രീതികൾ ശക്തിപ്പെടുത്തുക, സുസ്ഥിര വികസനത്തിനുള്ള ആഗോള സഹകരണം പുനരുജ്ജീവിപ്പിക്കുക എന്നിവയാണ് SDG 17 ലക്ഷ്യങ്ങൾ. രാഷ്ട്രങ്ങളും സംഘടനകളും ഒന്നിനെതിരെ മറ്റൊന്ന് പ്രവർത്തിക്കുന്നതിന് പകരം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനാണ് ഗോൾ 17 ലക്ഷ്യം വെക്കുന്നത് കേട്ടോ. അപ്പോൾ 17 ഗോളുകളായി. ഈ 17 ഗോളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നൊരു എസ്സേ ചോദിച്ചാൽ സുസ്ഥിര വികസനം എന്താണെന്ന് പറഞ്ഞിട്ട് ഈ ലക്ഷ്യങ്ങൾ എഴുതാം. എന്നിട്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നുകൂടി എഴുതണം. അപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ആഗോളതലത്തിൽ SDGകൾ നടപ്പിലാക്കാൻ തുടങ്ങിയത് 2016 SDGകളെ പ്രാദേശികവൽക്കരിക്കാനും അതുവഴി കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റുകൾ, വിവിധ തരത്തിലുള്ള സംഘടനകൾ എന്നിവ ഒരേ സമയം ഒന്നോ അതിലധികമോ ലക്ഷ്യങ്ങൾക്കായി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം. ഓരോ ഗവൺമെൻറ്റും ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്വന്തം ബജറ്റും പ്രവർത്തന പദ്ധതിയും ദേശീയ നിയമനിർമ്മാണവും ഉണ്ടാക്കണം. ആഗോള ഏകോപനത്തിന് വേണ്ടിയിട്ട് സഖ്യങ്ങൾ രൂപീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വികസ്വര രാജ്യങ്ങൾക്ക് സമ്പന്ന രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം ആവശ്യമാണ് എന്നും എന്നാലേ ഈ SDG ഗോളുകൾ നടപ്പിലാക്കാൻ കഴിയൂ എന്നുമാണ് പറയേണ്ടത് ലാസ്റ്റ് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ടൊരു കൺക്ലൂഷനും കൊടുത്തുകൊണ്ട് എസ്സേ അവസാനിപ്പിക്കുക. അപ്പോൾ 2 എസ്സേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാതിരിക്കില്ല. 4 എസ്സേ ഉണ്ടാവില്ലേ കേട്ടോ. അപ്പോൾ ഈ 17 ലക്ഷ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഇതൊരു എസ്സേ ആയിട്ട് കൊടുക്കാം. 2 പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പഠിച്ചാൽ അത് 4 മാർക്കിന് 2 പ്രസ്ഥാനങ്ങളും കൊടുക്കാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഒരു എസ്സേക്ക് ആൻസറും കൊടുക്കാം. ഓക്കെ, താങ്ക്സ്.